ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഹെയറിന്റെ പ്രിപ്പറേഷൻ ആണ്. എന്താണ് ഹെയർ പ്രിപ്പറേഷൻ? വാട്ട് ഇസ് പ്രിപ്പിംഗ്? പ്രിപ്പിംഗ് മീൻസ് പ്രിപ്പറേഷൻ അല്ലേ? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിന് ആവശ്യമായ രീതിയിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ അവയവം അല്ലെങ്കിൽ ഏത് പാർട്ടാണോ ആ പാർട്ടിനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. മേക്കപ്പിനാണ് നമ്മൾ ഫേസിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ആ ഫേസിനെ ആ മേക്കപ്പിന് ആസ്പദമാകുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒരു ഹെയർ സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹെയർ സ്റ്റൈല് എങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പൊ ആ മുടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്ത് ആ ഹെയർ സ്റ്റൈലിന്റെ രീതിയിലേക്ക് കൊണ്ടുവരിക. അതിനായി നമ്മൾ ആദ്യം കൊടുക്കുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഷാംപൂ വാഷിംഗ് ആണ് അല്ലേ? ഷാംപൂ വാഷിംഗ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഷാംപൂ വാഷ് ചെയ്യേണ്ടത്? ഷാംപൂ വാഷ് ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്? ക്ലെൻസിങ് ഷാംപൂ. എന്താണ് ക്ലെൻസിങ് ഷാംപൂവിന്റെ പ്രത്യേകത? ഡീപ് ക്ലെൻസർ ആണ്. സ്കാൽപ്പും ഹെയറും കംപ്ലീറ്റ് വെൽ ക്ലീൻഡ് ആവും അല്ലേ? അത് അവിടെ പ്യൂരിഫൈങ് ഉപയോഗിക്കുവോ? ഇല്ലല്ലോ. ക്ലാരിഫൈങ് ഉപയോഗിക്കുവോ? ഇല്ല. അതായത് ഹെയർ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹെയറിനെ വൃത്തിയാക്കുക, ആ ഒരു പർപ്പസ് ആണ് ക്ലെൻസിങ് ഷാംപൂവിന്റെ ഉദ്ദേശം. ഓരോ ഷാംപൂവിനും ഓരോ പർപ്പസ് ആണ്. പ്യൂരിഫൈങ്ങിന്റെ പർപ്പസ് ആയിരിക്കണം എന്നില്ല ക്ലെൻസിങ്ങിന്, റിപ്പയറിങ്ങിന്റെ പർപ്പസ് ആയിരിക്കണമെന്നില്ല പ്യൂരിഫൈങ്ങിന്, ക്ലാരിഫൈങ്ങിന്റെ പർപ്പസ് ആയിരിക്കണമെന്നില്ല നമ്മുടെ റിപ്പയറിങ്ങിന്. ക്ലാരിഫൈങ്ങും പ്യൂരിഫൈങ്ങും സിമിലർ ആണ്, എന്നാൽ റിപ്പയറിങ് വരുമ്പോൾ ഡിഫറെന്റ് ആണ്. ബട്ട് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി ഡീപ് ക്ലെൻസർ. അതെന്താണ്? ഒരു ഡീപ് ക്ലെൻസർ ആണ്. അതായത് മുടിയുടെ ഹെയർ ഫോളിക്കിൾസിന്റെ ഉള്ളിൽ പോലും ക്ലീൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വസ്തു എന്ന് പറയുന്നത് ഡീപ് ക്ലെൻസർ ആണ്, ക്ലെൻസിങ് ഷാംപൂ. ഓക്കെ, നമ്മൾ ഈ ക്ലെൻസിങ് ഷാംപൂ ഉപയോഗിച്ച് ഷാംപൂ വാഷ് ചെയ്ത് പിന്നെന്ത് ചെയ്യും? കണ്ടീഷണർ ഉപയോഗിക്കുവോ? ഇല്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്ത? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഹെയറിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷണർ. ഓവർ ഫ്ലെക്സിബിൾ ആകുമല്ലേ മുടി അല്ലേ? സോഫ്റ്റ് ആൻഡ് സിൽക്കി ആകുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഹെയർ സ്റ്റൈലിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാത്തത്. മനസ്സിലായില്ലേ? അപ്പം ഷാംപൂ വാഷ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ടവൽ ഡ്രൈ ചെയ്തു. ടവൽ ഡ്രൈ ചെയ്ത് കസ്റ്റമറെ കൊണ്ടിരുത്തി. പിന്നെ നമ്മൾ ചെയ്യുന്ന പർപ്പസ് എന്താണ്? ബ്ലോ ഡ്രൈക്ക് മുമ്പ് എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ബ്ലാസ്റ്റ് ഡ്രൈ കൊടുത്ത്, ടവൽ ഡ്രൈ 80% ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലാസ്റ്റ് ഡ്രൈ കൊടുത്തിട്ട് സ്കാലപ്പിലെ ജലാംശത്തേക്ക് ഒന്ന് അടിച്ചു കളഞ്ഞ് അല്ലേ, ഒന്ന് മുടിയെ ഒന്ന് ഉണക്കിയെടുക്കും. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്ലോ ഡ്രൈ ചെയ്യാൻ പാടുള്ളൂ. അത് 100% ബ്ലോ ഡ്രൈ. എത്ര ശതമാനം? 100% ബ്ലോ ഡ്രൈ. പ്രിപ്പറേഷൻ ഓഫ് ദാറ്റ് ഹെയർ ആണ്. അതായത് ഹെയർ സ്റ്റൈലിന്റെ ഭാഗമായി ഒരു മുടിയെ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം, അതാണ് ഇപ്പൊ പറയുന്നത്. ഇത് ബേസ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങണം. ഹെയർ സ്റ്റൈലിന്റെ തിയറി തുടങ്ങുന്നത് നമ്മൾ ഇവിടെ നിന്നായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം 100% ബ്ലോ ഡ്രൈ ആഫ്റ്റർ അയണിങ്. അയണിങ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നമ്മള് ക്രിമ്പിങ്. ക്രിമ്പിങ് വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി ക്രിമ്പിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 33 വർഷമായി ഈ ഫീൽഡില്. ഈ 33 വർഷം കാലയളവില് എനിക്ക് തോന്നുന്നു ഒരു 5 ഇയർ ഓർ 6 ഇയർ അല്ലേ? അതിന് മുന്നേ വരെ നമ്മള് ചെയ്തുകൊണ്ടിരുന്ന നോർമൽ ഹെയറിൽ തന്നെയാണ്. അതായത് നമ്മുടെ ഹെയർ സ്റ്റൈൽ സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് യൂറോപ്യൻ സ്റ്റൈൽ എന്നും മറ്റൊന്നിനെ റഷ്യൻ സ്റ്റൈൽ എന്നുമാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റൈൽ ഏതാണ്? യൂറോപ്യൻ സ്റ്റൈൽ. രണ്ടാമത്തേത് റഷ്യൻ സ്റ്റൈൽ. ഹെയർ സ്റ്റൈൽ എത്ര വിധം? 2 വിധം. ഏതൊക്കെ? യൂറോപ്യൻ ഹെയർ സ്റ്റൈലും റഷ്യൻ ഹെയർ സ്റ്റൈലും. എഴുതുന്നുണ്ടല്ലോ. ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ട്രെൻഡ്, അതായത് ബ്ലോ ഡ്രൈ ആഫ്റ്റർ അയണിങ്, ആഫ്റ്റർ ദാറ്റ് എന്താ? ക്രിമ്പിംഗ്. ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നത് വളരെ തുച്ഛമായ കാലഘട്ടത്തിന് കൊണ്ടാണ്. അത് നമ്മൾ ആ ബേസിക് ഹെയർ സ്റ്റൈലിൽ നിന്ന് മാറിയാണ് ആ ഹെയർ സ്റ്റൈലിലേക്ക് വന്നു തുടങ്ങിയത് അല്ലേ? അപ്പം ഇതിലേതോ ഒന്നാണ് ബേസിക് അല്ലെ? 2 ഹെയർ സ്റ്റൈലേ ഉള്ളൂ. അതിലൊന്നാമത്തേത് റഷ്യൻ എന്ന് പറഞ്ഞു, മറ്റൊന്ന് യൂറോപ്യൻ. അപ്പൊ യൂറോപ്യനും റഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത്. ഹെയർ സ്റ്റൈല് എത്ര സ്റ്റൈലാണ് ഉള്ളത്? 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തേത് യൂറോപ്യൻ, മറ്റൊന്ന്
റഷ്യൻ ഹെയർ സ്റ്റൈലും. ഇതിൽ യൂറോപ്യൻ ഹെയർ സ്റ്റൈലും റഷ്യൻ ഹെയർ സ്റ്റൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, യൂറോപ്യൻ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ബേസ് ആണ്. എന്താണ്? ബേസിക് ഹെയർ സ്റ്റൈൽ. അതായത് പണ്ട് കാലം മുതലേ നമ്മൾ തുറന്നു കൊണ്ടുവരുന്ന ആ ഹെയർ സ്റ്റൈൽ സിസ്റ്റത്തെയാണ് ബേസിക് ഹെയർ സ്റ്റൈൽ, അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. എന്നാൽ റഷ്യൻ ഹെയർ സ്റ്റൈലിലേക്ക് പോയപ്പോ അവിടെ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പുതിയൊരു ടെക്നോളജി വന്നു. എല്ലാ ഹെയർ സ്റ്റൈലിലും ഫ്രണ്ട് പോർഷൻ എന്താക്കി മാറ്റുന്നു അവര്? ക്രിമ്പിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഹെയർ സ്റ്റൈലിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതിനെയാണ് ക്രിമ്പിംഗ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? റഷ്യൻ ഹെയർ സ്റ്റൈൽ. ഇങ്ങനെ 2 തരത്തിലാണ് ഹെയർ സ്റ്റൈൽ ചെയ്തുകൊണ്ട്. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പൊ ഏതാ? ദാറ്റ് ഇസ് ആൻ അഡ്വാൻസ്ഡ് ഹെയർ സ്റ്റൈൽ അല്ലേ? അതാണ് നമ്മുടെ അഡ്വാൻസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പ്രെപ്പിങ്ങിന്റെ ഭാഗമായി ക്രിമ്പിംഗ് വരെ കൊണ്ട് നിർത്തി. ആ ക്രിമ്പിംഗ് വരുമ്പോ അവിടെ പ്രിപ്പറേഷൻ ഫിനിഷ് ആയി. ക്രിമ്പിംഗ് വരെ ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രിപ്പറേഷൻ ഫിനിഷ്ഡ് ആയി. പ്രിപ്പറേഷൻ ഏതൊക്കെയാ എന്ന് പറയേ? 1 ഷാംപൂ വാഷിംഗ്, 2 80% ടവൽ ഡ്രൈ, ആഫ്റ്റർ ദാറ്റ് ബ്ലാസ്റ്റ് ഡ്രൈ. ബ്ലാസ്റ്റ് ഡ്രൈക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട ബ്രഷ് ഏതാണ്? പെഡൽ ബ്രഷ് അല്ലേ? ആഫ്റ്റർ 100% ബ്ലോ ഡ്രൈ, thereafter 100% അയണിങ്. അയണിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? ക്രിമ്പിങ്ങിലേക്ക് പോകുന്നത്. അത് റഷ്യൻ സ്റ്റൈൽ ആണെങ്കിൽ മാത്രം ക്രിമ്പിംഗ് ചെയ്താൽ മതി. നിങ്ങളൊരു ബേസിക് ഹെയർ സ്റ്റൈൽ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ അയണിങ്ങിൽ കൊണ്ട് നിർത്തുക. അതിനുശേഷം ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുക. എന്തോ ബ്ലാസ്റ്റ് ഡ്രൈ, ടവൽ ഡ്രൈ കഴിഞ്ഞ് ബ്ലാസ്റ്റ് ഡ്രൈ. അതായത് പിന്നെ നമ്മൾ മീഡിയം ഹീറ്റാ കൊടുക്കണ്ടേ. തണുത്ത വായു അല്ല, മീഡിയം ഹീറ്റ്. തണുത്ത വായു എന്ന് പറയുമ്പോ എന്താ? കോൾഡ് എയർ ആണ് അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ സ്പാ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പൊതുവെ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നു? കോൾഡ് ഡ്രൈ കൊടുക്കും അല്ലേ? ആണോ? കോൾഡ് ഡ്രൈ ആണോ കൊടുക്കുന്നേ? പിന്നെന്താ കൊടുക്കുന്നേ? കോൾഡ് ഡ്രൈ ആണോ കൊടുക്കുന്നേ? എന്താ കൊടുക്കുന്നേ? ഞാനൊരു സ്പാ ചെയ്യുന്നു. ഞാൻ ചോദിച്ചത്, ഒരു ഹെയർ സ്പാ ചെയ്ത ഹെയറിലേക്ക് സ്കാലപ്പിലെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആയി കിടക്കുന്നു അല്ലേ? ആണല്ലോ. നമ്മൾ ട്രീറ്റ്മെന്റ് ബേസ് ആണ് സ്പായ്ക്ക് കൊടുക്കുന്നത്. സ്പാ എന്ന് പറയുന്നത് സാനിസ്പ്രസ് അക്വ എന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബേസിക് ട്രീറ്റ്മെന്റ് ആണ് സ്പാ എന്ന് പറയുന്നത്. ദാറ്റ്സ് ആൻ ഓക്സിഡേഷൻ സിസ്റ്റം. ഓക്സിഡേഷൻ സംവിധാനത്തിൽ കൂടി മുടിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എലമെന്റ്സുകള്, പിന്നെ ന്യൂട്രിയൻസ്, മിനറൽസ്, അങ്ങനെയുള്ള വസ്തുക്കളെയെല്ലാം ആർട്ടിഫിഷ്യലി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഏത്? സ്പാ എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആണ്, അതിലേക്ക് നമ്മൾ പിന്നെ ഹീറ്റ് കൊടുക്കുമോ? കോൾഡ് ഡ്രൈ. വാട്ട് ഈസ് ഡ്രൈ? ഡ്രൈയുടെ മീനിങ് എന്താ? ഉണക്കുക ആണോ? ചൂട് കൊടുത്ത് ഉണക്കുക ആണല്ലോ. അപ്പൊ അത് ഡ്രൈ എന്ന് പറയൂ ആരെങ്കിലും? അതിനെന്താ പറയാ? കോൾഡ് എയർ. കോൾഡ് എയർ, തണുത്ത വായുവിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. കോൾഡ് എയർ കൊടുക്കുന്നു.
അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഇവിടെ സേഫ് ആക്കിയതിന് ശേഷം ഫ്രണ്ട് വേരിയേഷൻ എടുക്കുക. ഫ്രണ്ട് വേരിയേഷൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കുറേ നല്ല ഫ്രണ്ട് വേരിയേഷൻസ് ഇപ്പൊ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഞാനിപ്പോ കാണിച്ചില്ലേ ആ ബ്രീഡിങ്, ആ ലോക്ക് ബ്രീഡിംഗ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അവർക്ക് നല്ല ഇവിടെ നല്ല എടുത്ത് കാണിക്കും. അല്ലെങ്കിൽ ബാക്ക് കോംബ് ചെയ്തിട്ട് ചെയ്തില്ലേ, അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും, ഭയങ്കര ഭംഗിയായിരിക്കും. ആ സമയത്ത് വണ്ണം ഉള്ളവർക്കൊക്കെ നമ്മൾ ഒതുക്കി ചെയ്ത് നോക്കി, നല്ല രസമായിരിക്കും. വട്ട മുഖമുള്ളവർക്ക് എപ്പോഴും മുടി ഒതുക്കിയിട്ട് ചെയ്യാവും, ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. കാരണം ഒന്നാമത് അവർക്ക് വട്ടമുഖം. ഇത് ഇല്ല, അത് അതിനകത്ത് കൊണ്ടൊന്നൊന്ന് ചെയ്ത് നോക്കേ, എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം. നേരത്തെ ആയിരുന്നു നമ്മൾ ചെയ്യായിരുന്നു, കുഴപ്പമില്ല. അതിന് നമുക്ക് ഒതുക്കിയെടുക്കുക. ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാല് ഇപ്പം ഇങ്ങനെയുള്ള ഹെയർ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ട്രാൻസ് കൊടുത്തും കൊണ്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് കൊടുത്തും കൊണ്ട് കൊടുക്കുക. സൈഡ് എടുക്കില്ലേ നമ്മള്, സൈഡൊക്കെ ഇതിന് നല്ലതാണ്, ഒരുപാട് ബോറാവില്ല. ലോക്ക് ചെയ്ത് ചെയ്യാം, പക്ഷെ പൊങ്ങരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, ലോക്ക് ചെയ്ത് ചെയ്യുമ്പോ നമ്മൾ പൊക്കിയില്ലേ പിടിച്ച്, അത് വേണ്ട. ഈ മുഖത്തിന് വേണ്ട. ലോക്ക് ചെയ്യാം, സ്ലാൻഡ് ചെയ്യാം, പക്ഷെ ഒരുപാട് പൊക്കരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ ഒരു ബ്രൈഡിനെ നിങ്ങൾ ഒരുക്കുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത്, ചെവി ഒരിക്കലും കാണിച്ചുകൊണ്ട് ബ്രൈഡിനെ ഒരുക്കരുത്. ചെവി പകുതി മറച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്താൽ അതിനായിരിക്കും ഭംഗി കൂടും. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ചെവി പകുതി മറഞ്ഞു വേണം പോകാൻ. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചു വെച്ച് ചെയ്യുന്നത്? അത് ബോറാണ്. അപ്പൊ നമ്മുടെ ഈ ഹെയർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. അതായത് പകുതി ഹെയർ ചെവിയെ മറച്ചുകൊണ്ടായിരിക്കണം ഹെയർ സ്റ്റൈൽ പോകേണ്ടത്. അപ്പോഴാണ് ഭംഗി കൂടുന്നത്. മനസ്സിലായല്ലോ? പല ഷേപ്പിൽ വരുന്ന ഫേസാണ്. ആ ഷേപ്പ് കൃത്യമാക്കി ആ ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവരണ്ടേ. ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു നീണ്ട മുഖം, ലെങ്തി ഫേസ് ഉള്ള ഒരാളാണ്, അയാളെ നമ്മൾ റൗണ്ട് ആക്കി കൊണ്ടുവന്നാലല്ലേ ആ ഭംഗിയാവുള്ളൂ. ആ ചെയ്യുന്ന മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം മോഡിഫൈഡ് ആയി നമ്മളെ സാരിയും കൂടെ കറക്റ്റായിട്ട് ഉടുപ്പിക്കുമ്പോഴാണ് കറക്റ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് കോണ്ടോർ ചെയ്യാതെ പറയുന്നതാ. ഇപ്പൊ ആരും കോണ്ടോർ ഒന്നും ചെയ്യൂല മാം. ഇതാണ് സ്ഥിതി. ഇനി നമുക്ക് ഇത്രയും സമയം നമ്മൾ ഡിവിഷനും ഫ്രണ്ട് വേരിയേഷനും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത്രയും മനസ്സിലായോ? ഇത്രയും പിടി കിട്ടിയോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വേരിയേഷൻ ഫുൾ ഹമ്പ് എടുക്കുക. അതായത് മൊത്തത്തിൽ ഹമ്പ് എടുത്തിട്ട് ട്രാൻസ് എങ്ങനെ ഉണ്ടാക്കാം.
ഞാൻ 1-2 ഹെയർ സ്റ്റൈൽ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനേക്കാളും നല്ലൊരു ക്ലാസ്സായിരുന്നു മാമിൻ്റെ ക്ലാസ്. എൻ്റെ സംശയങ്ങളെല്ലാം മാറ്റാൻ ഈ ക്ലാസ് കൊണ്ട് എനിക്ക് സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഹെയർ സ്റ്റൈലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. മാമിൻ്റെ ക്ലാസ് ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇഷ്ടമായതുകൊണ്ടുകൂടിയാണ് ഈ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തത്. വളരെ വ്യക്തമായിട്ട് എല്ലാ ഹെയർ സ്റ്റൈലിൻ്റെ എല്ലാ ഇതും പറഞ്ഞു തന്നിട്ടുണ്ട് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു പറയണേ മാം. താങ്ക് യു മാം. എൻ്റെ പേര് സമീറ, ഞാൻ കോച്ചിയാണ്. മാമിൻ്റെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് ടിപ്സും ട്രിക്സുകളൊക്കെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞു തന്നു. പിന്നെ പ്രോഡക്റ്റ് നോളജ് അങ്ങനെ എല്ലാം ഒരുപാട് മാം പറഞ്ഞു തന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ പേര് ഷൈജി, ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ മേക്കപ്പിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹെയർ സ്റ്റൈലിൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാഡം പറഞ്ഞു തന്നു. പിന്നെ പ്രൊഡക്ട്സ് നോളജും കുറേയൊക്കെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു, അതെല്ലാം മാഡം ക്ലിയർ ആക്കി തന്നു. താങ്ക് യു മാം.